പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൽ നമുക്കും നിഷേധിക്കാൻ കഴിയാത്ത ചില പങ്കുണ്ട് എന്ന് നമ്മളെപ്പോഴെങ്കിലും ആലോചിക്കുകയോ പരിശോധിക്കുകയോ ചെയ്തിട്ടുണ്ടോ? നമുക്കും ചില പങ്കുണ്ടതിൽ. നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ വാശി, നമ്മുടെ നിലവാര തകർച്ച, നമ്മുടെ ജീവിതത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും മറ്റുമുള്ള നമ്മുടെ നിലപാടുകൾ, നമ്മുടെ സ്വാർത്ഥത, ഇതൊക്കെ പലപ്പോഴും നമ്മുടെ കുടുംബപരമായ തകർച്ചക്ക് കാരണമാകാറുണ്ട്. ഒരു കുടുംബം സ്വസ്ഥമാകുന്നതും അസ്വസ്ഥമാകുന്നതുമായ കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള സാമാന്യ യോഗ്യത, സാമാന്യ കഴിവ്, സാമാന്യ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും കുടുംബങ്ങളിലുണ്ടാകുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് നമ്മുടെ വീട്ടിലെ നമ്മുടെ ആൺകുട്ടികൾ വിവാഹം കഴിക്കുന്നതോടുകൂടെയാണ്, വിവാഹം കഴിക്കുന്നത് കൊണ്ടാണ്. വിവാഹം കഴിച്ചാൽ, നമ്മുടെ ആൺകുട്ടികൾ വിവാഹം കഴിച്ചാൽ പിന്നെ അവരുടെ എല്ലാ തരത്തിലുള്ള സ്നേഹവും കാരുണ്യവും അനുകമ്പയും ഭാര്യ തട്ടിയെടുക്കും, ഭാര്യയുടെ വീട്ടുകാര് തട്ടിയെടുക്കും എന്നൊക്കെയാണ് പല കുടുംബങ്ങളിലെയും ആവലാതി, സംശയം, പല കുടുംബങ്ങളിലെയും ആശങ്ക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തിനാണ് ഈ ആശങ്ക? നമ്മുടെ മക്കൾ നമ്മുടേത് തന്നെയാണ്. അവർ നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന വിശ്വാസം നമുക്കില്ലേ? ഇല്ലെങ്കിൽ അതില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? നാം എന്തിന് ശങ്കിക്കണം? നാം എന്തിന് സംശയിക്കണം? നാം എന്തിന് വേവലാതിപ്പെടണം? നമ്മുടെ മക്കൾ നമ്മുടേതായി നമ്മളോടൊപ്പം നിലനിൽക്കാൻ നാം അവർക്ക് നൽകേണ്ടത് നൽകിയിട്ടില്ലേ? നൽകിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ശേഷി നമ്മുടെ ആൺകുട്ടികൾക്കുണ്ട് എന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. അതിനു മാത്രം അവർക്ക് യോഗ്യതയുണ്ടെന്ന് നാം വിശ്വസിക്കണം. അതിന് മാത്രം അവർക്ക് പക്വതയും കഴിവും ഉണ്ടെന്ന് നാം വിശ്വസിക്കണം. എന്നിട്ട് ജീവിതത്തിൽ അവരുടെ നിഴലായി നമ്മളും നമ്മുടെ നിഴലായി അവരും ഉണ്ടാകും എന്ന തലത്തിലേക്ക് നാം ഉയർന്നു നിൽക്കുകയും അവരെ ഉയർത്തി നിർത്തുകയും ചെയ്യണം. മക്കൾക്കൊരു പ്രായമാകുമ്പോൾ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നത് മാതാപിതാക്കളുടെ കടമയാണ്, ചുമതലയാണ്.
ആ ഒരു ചുമതല, ആ ഒരു കടമ നാം നിർവഹിക്കുമ്പോൾ മനോഹരമായ മാനദണ്ഡങ്ങളാണ് അതിനു വേണ്ടി നാം നിശ്ചയിക്കേണ്ടത്, അതിനു വേണ്ടി നാം സെലക്ട് ചെയ്യേണ്ടത്. മാനദണ്ഡം ക്രമമാണെങ്കിൽ, മാന്യമാണെങ്കിൽ, മനോഹരമായതാണെങ്കിൽ ആ മനോഹാരിതയിൽ നമ്മളും നമ്മുടെ കുടുംബവും അവരും അവരുടെ കുടുംബവും ജീവിതവും പൂത്തുലയും. മാനദണ്ഡത്തിൽ ഏറ്റക്കുറച്ചിലുകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വൈകല്യമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരുടെ ജീവിതത്തിലും വൈകല്യമായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോഴാണ് സംശയങ്ങൾ ഉണ്ടാകുന്നത്, അപ്പോഴാണ് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് നമ്മുടെ ജീവിതം വലിയ വലിയ പ്രയാസങ്ങളിലേക്ക് നീങ്ങുന്നത്. അതിന് നാം എന്തു ചെയ്യണം? അതിന് നാം എന്ത് വേണം? നമ്മുടെ മക്കൾക്ക് വളർന്നു വരുമ്പോൾ നമ്മെയും നമ്മുടെ സ്നേഹത്തെയും തിരിച്ചറിയാനുള്ള പ്രാപ്തി, ശേഷി, കഴിവ് നാം ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ അവരുടെ ജീവിതത്തെയും അവരുടെ കുടുംബ ജീവിതത്തെയും സംശുദ്ധമാക്കാനുള്ള കഴിവ് നാം അവർക്കുണ്ടാക്കി കൊടുക്കണം. അതോടുകൂടെ സ്നേഹത്തിന് ദാരിദ്ര്യമില്ലാതെ അവരെ വളർത്തണം. സൗകര്യങ്ങൾക്കോ പ്രതാപങ്ങൾക്കോ അതുപോലെയുള്ളതിനൊക്കെ ദാരിദ്ര്യമുണ്ടായാലും സ്നേഹത്തിന്റെ കാര്യത്തിൽ ദാരിദ്ര്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മുടെ മക്കൾക്ക് ഇല്ലാതെ നാം വളർത്തുകയാണെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് പരമാവധി ശങ്കയുടെ ആവശ്യമില്ല. എവിടെയാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത്? എല്ലാ പ്രശ്നങ്ങളുടെയും കാതലായ ഭാഗം സ്നേഹത്തിന്റെ ദാരിദ്ര്യമാണ്. അപ്പോ മാതാപിതാക്കൾ മക്കൾക്ക് സ്നേഹം എന്താണെന്ന് തിരിച്ചറിയുന്ന കാലഘട്ടത്തിൽ സ്നേഹം നൽകണം. അതായത് നമ്മളൊരു 3 വയസ്സുവരെ എങ്കിലും മക്കൾക്ക് നൽകുന്ന സ്നേഹം അവർക്ക് ഓർമ്മയുണ്ടാകണം എന്നില്ല. മറിച്ച് 3 വയസ്സിനു ശേഷം നാം നൽകുന്ന സ്നേഹം അവരുടെ ഹൃദയത്തിൽ പാറക്കല്ലിൽ, ഉറച്ച പാറക്കല്ലിൽ കുത്തിവെക്കുന്നത് പോലെ അത് കുത്തിവെച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ നോട്ടം, നമ്മുടെ ലാളന, നമ്മുടെ ഇടപെടൽ, നമ്മുടെ സഹവാസം, നമ്മുടെ കർമ്മം, നമ്മുടെ എല്ലാം പാറക്കഷ്ണങ്ങളിൽ കൊത്തിവെക്കുന്നത് പോലെ അവരുടെ ഹൃദയത്തിന്റെയും ഓർമ്മയുടെയും ശിഖരങ്ങളിൽ എഴുതി വെക്കുന്ന കാലമാണത്. മുതിർന്നു വരുന്ന ഓരോ ദിവസങ്ങളും അവർ സ്നേഹം തിരിച്ചറിയുകയും ആ സ്നേഹം അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ അന്തസത്തയെ മനസ്സിലാക്കി ചേർന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ അകന്നു പോവുകയോ ചെയ്യുന്ന വിലയിരുത്തപ്പെടുന്ന കാലമാണ് 3 വയസ്സിന് ശേഷം വരുന്ന കാലം. ആ കാലഘട്ടത്തിൽ അവർ എത്ര മുതിർന്നാലും എത്ര പ്രായമായാലും മാതാപിതാക്കളിൽ നിന്ന് അർഹമായ സ്നേഹം മരണം വരെയും അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് കൊടുക്കുന്നതിൽ വൈകല്യമുണ്ടായാൽ, അത് കൊടുക്കുന്നതിൽ കുറച്ചലുണ്ടായാൽ, അത് കൊടുക്കുന്നതിൽ ദാരിദ്ര്യമുണ്ടായാൽ അപ്പോഴാണ് വഴിതെറ്റുന്നതും പ്രശ്നമുണ്ടാകുന്നതും പ്രയാസമുണ്ടാകുന്നതും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന ആൺകുട്ടികൾക്ക് നമ്മിൽ നിന്ന് അർഹമായി ലഭിക്കേണ്ട സ്നേഹം ലഭിച്ചിട്ടുണ്ടോ? അർഹമായ അവകാശം അവർക്ക് ലഭിച്ചിട്ടുണ്ടോ? മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് ലഭിക്കേണ്ട ഏറ്റവും
ഏറ്റവും വലിയ അവകാശം അവർ ആഗ്രഹിക്കുന്നത് പോലെ കളങ്കമറ്റ സ്നേഹം നൽകുക എന്നതാണ്. അവർക്ക് ആവശ്യം അതാണ്. ആ സ്നേഹം നാം നൽകിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ മാതാവും എൻ്റെ പിതാവും എന്നെ സ്നേഹിക്കുന്നു എന്ന് ഒരു ആൺകുട്ടി, ഒരു മകൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും ആ മകൻ ആ തിരിച്ചറിഞ്ഞ സ്നേഹം അവന്റെ വിവാഹാനന്തരവും അവന്റെ ഉള്ളിൽ തന്നെ പുഷ്പമായി വിരിഞ്ഞു നിന്ന് അത് സുഗന്ധം പരത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടാകും. ആ സുഗന്ധം മാതാപിതാക്കൾക്ക് സ്വസ്ഥമായി ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യാൻ കഴിയും. പിന്നെ എന്തിനാണ് വിവാഹം കഴിയുന്നതോടുകൂടെ നമ്മുടെ ആൺകുട്ടികൾക്ക് വിവാഹം കഴിഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ അവരുടെ സ്നേഹത്തിൽ നാം ശങ്കിക്കുന്നത്, സംശയിക്കുന്നത്?